വാഹനത്തിനുള്ളിൽ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണല്ലോ. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയാണോ ഇപ്പോൾ അറസ്റ്റിലാകുന്നത്? അവരെയാണോ കസ്റ്റഡിയിൽ എടുക്കുന്നത്? കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപമാണിപ്പോൾ ഗവർണറുടെ ഗസ്റ്റ് ഹൗസിന് സമീപം. അവിടെയാണ് ഇപ്പോൾ SFI കടുത്ത പ്രതിഷേധം ഉയർത്തുന്നത്. SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി കരിങ്കൊടി ഉപയോഗിച്ചൊക്കെയുള്ള പ്രതിഷേധം നടത്തുകയാണ്. പ്രവർത്തകരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ്. വിവിധ ഇടങ്ങളിലാണ് SFI കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ നടത്താൻ പോകുന്നത്. അങ്ങനെ ഉള്ള വൈകുന്നേരത്തെ സെമിനാർ 4 മണിയോടുകൂടിയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ സെമിനാർ നടക്കുക. ആ സെമിനാറിന് ഗവർണർ പോകുന്നതിന് തൊട്ട് മുൻപാണ് SFIയുടെ ഭാഗത്തു നിന്നും വൻ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഏത് ഭാഗത്തു നിന്നാണ്? ഏതൊക്കെ മേഖലകളിൽ ഇനി പ്രതിഷേധത്തിനുള്ള സാധ്യത രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നു. പ്രധാന പ്രതിഷേധ സ്ഥലം നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് സുരക്ഷ ബന്ദോബസ്താക്കി. ഒരാളെ പോലും അകത്തേക്ക് കടത്തിവിടാത്ത വിധം ബാരിക്കേഡ് സുരക്ഷിതമാക്കി വെച്ചു. അവിടെ നൂറുകണക്കിന് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിയുമായി ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ കോണുകളിലൂടെ, അതായത് ഇരുവശത്തും ഈ ക്യാമ്പസിനകത്തേക്ക് പോകുന്ന പ്രധാന പ്രവേശന റോഡിന്റെ ഇരുവശത്തുമായി മതിലുകളുണ്ട്. ഈ മതിൽ ചാടിക്കടന്ന് ഓരോ ഘട്ടമായി പ്രവർത്തകർ അകത്തേക്ക് കയറുകയാണ്. അവരെ ഓരോരുത്തരെയായി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. SFIയുടെ മുസ്ലിം നേതാവ് അഫ്സൽ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് വാനിലേക്ക് നീക്കിയിട്ടുണ്ട്. പക്ഷേ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴും പുതിയ സംഘങ്ങൾ, ചെറു സംഘങ്ങൾ വീണ്ടും മതിൽ ചാടി കയറി കടക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി പോലീസിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അവരെ ആ രീതിയിൽ നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരിട്ട് ഗസ്റ്റ് ഹൗസിലേക്കോ അല്ലെങ്കിൽ സെമിനാർ ഹാളിലേക്കോ പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെ പോലീസിന്റെ ബന്ദോബസ്തും വലയവുമുണ്ട്. അവരെയും മറികടക്കാനൊക്കെ കഴിയുകയാണെങ്കിൽ ഗവർണറുടെ നേരിട്ട് മുന്നിലേക്ക് കുറച്ചുകൂടി അടുത്തേക്ക് പ്രതിഷേധമെത്തും. അത് പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കും. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അപ്പോഴും പോലീസിനെ കുഴക്കുന്നത് അപ്രതീക്ഷിതമായി ഏത് നിമിഷവും മതിൽ കടന്ന് കറുത്ത പൊടിയും കറുത്ത ബനിയനുമായി പ്രതിഷേധക്കാർ, SFI പ്രവർത്തകർ കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന് തലവേദന ഉണ്ടാക്കുന്നത്. തൊട്ടപ്പുറത്ത് വളരെ ആസൂത്രണത്തോടുകൂടിയുള്ള പ്രതിഷേധം എന്ന് വേണം നമുക്ക് ഈ SFIയുടെ മനസ്സിലാക്കാൻ. അതായത് പ്രധാനപ്പെട്ട പ്രതിഷേധം, നൂറുകണക്കിന് ആളുകൾ അണിനിരുന്ന വലിയ മുദ്രാവാക്യവും ഒക്കെയായുള്ള പ്ലക്കാർഡുമൊക്കെയായുള്ള പ്രതിഷേധം ഒരു വശത്ത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു. അവിടെ പോലീസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മറ്റ് പല ഭാഗങ്ങളിലൂടെ ചെറു സംഘങ്ങളായി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള SFI പ്രവർത്തകർ കയറി വരുന്നു, റോഡിലേക്ക് കയറി വരുന്നു. അവരെയാണ് ഇപ്പോൾ പോലീസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി കടന്നു വന്ന പ്രവർത്തകരെയും പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്ഥാനത്തിൽ എത്തിയിരിക്കുകയാണ്. പ്രതീക്ഷ ഷഹീദ്, ഗവർണർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച. അതുകൊണ്ട് SFI സംബന്ധിച്ചോളം ഈ പ്രതിഷേധങ്ങൾ അറിയിക്കുക, രേഖപ്പെടുത്തുക എന്നതൊരു അഭിമാന പ്രശ്നം ആയി പോലും ഇത് ഒരു മാറുന്ന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതിയുടെ ഒക്കെ ആഹ്വാനപ്രകാരം വിവിധ ഇടങ്ങളിൽ ഈ പ്രവർത്തകർ കേന്ദ്രീകരിച്ച് നിൽപ്പുണ്ടോ? എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ 4 മണിക്ക് സെമിനാറിന്റെ സമയത്തിന് മുൻപ് തന്നെ സുരക്ഷ കാര്യക്ഷമമാക്കുക, ഇതാണോ പോലീസിന്റെ പ്രധാനപ്പെട്ട ദൗത്യം? മറ്റൊന്ന് ഇനിയുള്ളത് ഈ സെമിനാർ നടക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. കാരണം അധ്യാപക സംഘടന, ഇടതധ്യാപക സംഘടന അടക്കം കരുതരം ആചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഏത് കോണിൽ നിന്നൊക്കെ ഒരു പ്രതിഷേധ സ്വരം ഉയർന്നാൽ പോലും അത് പോലീസിനെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് പഴുതടച്ചുള്ള സുരക്ഷാ രീതികളൊക്കെ തന്നെ എങ്ങനെയാണ് പോലീസ് അവലംബിക്കുന്നത്? തീർച്ചയായും ഏറ്റവും പ്രധാനമായും പോലീസ് സുരക്ഷാ വലയം ഒരുക്കുന്നത് സെമിനാർ ഹാളിൽ തന്നെയാണ്. അതായത് ഗവർണർ എത്തുന്ന സെമിനാർ ഹാളിന് പുറത്ത് വലിയ പോലീസ് ബന്ദോബസ്താണുള്ളത്. വലിയ രീതിയിലുള്ള സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആളുകളെ അങ്ങോട്ട് കടത്തിവിടുന്നുള്ളൂ. നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ പാസ് നൽകിയവരെ മാത്രമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ആ രീതിയിലുള്ള സൂക്ഷ്മമായ പരിശോധനയും പോലീസ് ബന്ദോബസ്തും വലയവും ഒക്കെ അവിടെയുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ്, യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസ്. അവിടെയാണ് ഗവർണർ താമസിക്കുന്നത്. അവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഈ സെമിനാർ ഹാളിലേക്കുള്ളൂ. ഈ ഗവർണർ ഗസ്റ്റ് ഹൗസിന് പരിസരവും വലിയ പോലീസ് സന്നാഹമുണ്ട്. അവിടേക്കൊന്നും പ്രതിഷേധക്കാർക്ക് അടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തൊട്ട ആ റോഡിനാണ്, ആ ഗസ്റ്റ് ഹൗസും സെമിനാർ ഹാളും നിൽക്കുന്ന റോഡ് കുറച്ചുകൂടി മീറ്ററുകൾ കടന്നു വന്നാൽ ആണ് SFIയുടെ പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത്. ആ പ്രതിഷേധമാണ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നത്. ആ തടഞ്ഞു പ്രതിഷേധക്കാർക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉയർത്തി നൂറുകണക്കിന് പ്രതിഷേധക്കാർ അവിടെ എത്തി. അവിടെ മുദ്രാവാക്യം വിളിയും നടക്കുകയാണ്. അതിന്
അതിനിടയിലാണ് മതിൽ ചാടിക്കടന്നുകൊണ്ട് പ്രതിഷേധക്കാർ ഈ റോട്ടിലേക്ക് കയറി. അതായത് ഈ റോഡിൽ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്കും ഈ സെമിനാർ ഹാളിലേക്കും ഒക്കെ പോകുന്ന വഴിയാണ്. അതായത് ഗവർണറുടെ നേരിട്ട് മുമ്പിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. പക്ഷേ മതിൽ ചാടിക്കടന്ന പ്രതിഷേധക്കാർ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂട്ടമായി വലിയ തോതിൽ ആളുകൾ, ചെറിയ സംഘങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വലിയ തോതിൽ SIU പ്രവർത്തകർ മതിൽ ചാടി ഈ രീതിയിൽ പ്രതിഷേധിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ എത്രത്തോളം പോലീസിന് തടയാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതായത് ഈ ബാരിക്കേഡിന് അപ്പുറത്ത് നൂറുകണക്കിന് SFI പ്രവർത്തകരുണ്ട്. അവർ ഇപ്പോൾ അവിടെ മുദ്രാവാക്യം വിളി മാത്രമായി നിൽക്കുകയാണ്. പ്രതിഷേധം അവിടെ ഉയർത്തുകയാണ്. അവർ റോഡിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘങ്ങളോ ഈ രീതിയിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെ മതിൽ ചാടിക്കടന്ന് സമാനമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണെങ്കിൽ, കൂടുതൽ ആളുകൾ പ്രതിഷേധവുമായി എത്തുകയാണെങ്കിൽ കൂടുതൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാവുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് ഇപ്പോൾ എത്തുന്ന ചെറു സംഘങ്ങളെ വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ പോലും കായികമായി നേരിട്ട് ബലപ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. കൂടുതൽ പേരെത്തിയാൽ പോലീസിന് എങ്ങനെ നേരിടാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. പഴുതടച്ച സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടത് സെമിനാർ ഹാളിൽ അത്തരമൊരു പ്രതിഷേധം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പോലീസിന്റെ മുമ്പിലുള്ളത്. അതിന് പക്ഷേ ഓരോ ഘട്ടമായി വഴിയിലുള്ള ഓരോ സ്റ്റേജിലെയും പ്രതിഷേധങ്ങളെ പോലീസിന് നേരിടേണ്ടി വരും. അതിനുള്ള പ്രാഥമികമായ ഒരു നടപടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതായത് മീറ്ററുകൾ അകലെയാണ് ഇപ്പോഴുള്ള പ്രതിഷേധം. അവിടെ തന്നെ പോലീസ് ഇവരെ പിടികൂടുന്നു. അതായത് സെമിനാർ ഹാളിലേക്കും ഗസ്റ്റ് ഹൗസിലേക്കും പരിസരത്തേക്ക് ഇവർ എത്താതിരിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴുള്ള പ്രതിഷേധത്തെ പോലീസിന് ആ രീതിയിൽ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ SFI ഏത് രീതിയിലാണ് പ്രതിഷേധത്തിന്റെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമുക്ക് അത് നടക്കുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. അങ്ങനെ കൂടുതൽ പേരൊക്കെ എത്തുകയാണെങ്കിൽ അത് കൈവിട്ട സാഹചര്യം, സങ്കീർണമാവുന്ന സാഹചര്യം ഉണ്ടാകും. ഏതായാലും വലിയ പോലീസ് സന്നാഹം ഇവിടെ എന്തും നേരിടാൻ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട്.